ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരേറ്റ സ്നേഹമുള്ള സഹോദരരെ, ആഭ്യന്തരകർമ്മ്യ ആത്മീയതയുടെ 71ാമത്തെ സെഷനാണല്ലോ ഇത്. മൂന്നാം സദനത്തെക്കുറിച്ചുള്ള 15ാമത്തെ വിചിന്തനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാം സദനത്തെക്കുറിച്ച് മദ്രസ 2 അധ്യായങ്ങളിൽ വിവരിക്കുന്നതിൻ്റെ 2ാമത്തെ അധ്യായത്തിൽ 8ാമത്തെ ഖണ്ഡികയിലാണല്ലോ നമ്മളിപ്പോൾ നിൽക്കുന്നത്. 8ാം ഖണ്ഡികയിലും 7ാം ഖണ്ഡികയിലും ഒക്കെ ആയിട്ട് മദ്രസ പങ്കുവച്ചത് ആത്മീയമായിട്ട് 3ാം സദനത്തിലെത്തി അതിനപ്പുറത്തേക്ക് കടന്നു പോകാൻ ഉണ്ടാകുന്ന തടസ്സങ്ങൾ ശ്രദ്ധിക്കണം. എളിമയോടുകൂടി നമുക്ക് മുന്നോട്ട് നീങ്ങണം. തടസ്സപ്പെട്ട് നിൽക്കാൻ ഇടവരുത്തുന്ന അഹങ്കാരത്തിൻ്റെ എളിമയില്ലായ്മയുടെ അനുഭവം അവസ്ഥ വെളിപ്പെടുന്നത് നമുക്കുണ്ടാകുന്ന ദൈവം അനുവദിക്കുന്ന പരീക്ഷകളിൽ നമ്മൾ വല്ലാതെ അപ്സെറ്റായി അസ്വസ്ഥപ്പെട്ട് പരിഭ്രമിച്ച് പരാതിപ്പെട്ട് പോകാനിട വരുന്നിടത്താണ്. അതുപോലെ തന്നെ നമ്മളെപ്പറ്റി ആരെങ്കിലും എന്തെങ്കിലും കുറ്റമോ കുറവോ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ വല്ലാണ്ട് പതറി അസ്വസ്ഥപ്പെട്ടും വിഷമിച്ചും നിരാശപ്പെട്ടെന്ന പോലെ ഒക്കെ നമ്മൾ പെരുമാറിയിട വരുന്നത്. അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ കാണിച്ചു തരുന്നത് നമ്മുടെ സ്വയം ഉപേക്ഷിക്കൽ, സ്വയം ത്യജിക്കൽ ആവശ്യത്തിനായിട്ടില്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനത്തെ അനുഭവം നമുക്ക് ഉണ്ടാകുമ്പോൾ നമുക്ക് സ്വയം ഉപേക്ഷിച്ചുകൊണ്ട് ഈശോയുടെ ചൈതന്യത്തോടെ മൗനം പാലിച്ചുകൊണ്ട് ഈശോ തനിക്കെതിരെ ഉണ്ടായ ആരോപണങ്ങളെല്ലാം നിശബ്ദമായിട്ട് അഭിമുഖീകരിച്ച് അവരെ വെറുക്കാതെ അവരെ ഭീഷണിപ്പെടുത്താതെ അത് കണ്ടതാണ്. അങ്ങനെ അതുപോലെ നമുക്ക് നീങ്ങാൻ സാധിക്കണം. അങ്ങനെ നമുക്ക് സാധിക്കുന്നില്ല, നമ്മൾ അപ്സെറ്റായി പോകുന്നു, വിഷമിക്കുന്നു, ഉൾക്കുണ്ടാക്കി അടിപ്പെട്ട് പോകുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ആ ഒരു ആത്മീയമായ കരുത്തില്ലായ്മ എളിമയോടെ അംഗീകരിക്കാനെങ്കിലും നമുക്ക് സാധിക്കണം. അങ്ങനെ നമുക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റുകയുള്ളൂ മദ്രസ പറയുകയായിരുന്നു. അടുത്ത ഒരു ഭാഗമായിട്ട് 7ാമത്തെ ഖണ്ഡികയിൽ മദ്രസ സൂചിപ്പിക്കുകയുണ്ടായി, ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. നമ്മൾ വളരെ ക്രമീകൃതമായ രീതിയിൽ പ്രായശ്ചിത്ത പ്രവൃത്തികളും തപശ്ചര്യകളും പ്രാർത്ഥനാ ചിട്ടകളും എല്ലാം പുലർത്തിക്കൊണ്ട് നീങ്ങാനുള്ള ഒരു വ്യഗ്രത നമുക്ക് ഈ ഒരു സ്റ്റേജിൽ ഉണ്ടാവാം. അങ്ങനെ നീങ്ങുമ്പോൾ നമ്മുടെ ആത്മീയ വളർച്ചയുടെ ഗമനം, മുന്നോട്ടുള്ള പുരോഗതി വളരെ മന്ദഗതിയിലായി പോകും. 8 ദിവസം കൊണ്ട് എത്തേണ്ട ഒരു സ്ഥലത്ത് നമ്മൾ 1 വർഷം കൊണ്ട് മാത്രം എത്തുന്ന പോലെയുള്ള ഒരു മന്ദിച്ച അവസ്ഥ. അങ്ങനെ ആത്മീയത നമുക്ക് മുന്നോട്ട് നീക്കാനായിട്ട് പറ്റുകയെന്ന് മദ്രസ പറയുകയാണ്. അപ്പൊ അതിനെ മറികടക്കണം. നമുക്ക് ദൈവസ്നേഹത്തെ പ്രതി തീഷ്ണതയോടെ നമ്മൾ ചില ബുദ്ധിപൂർവമായ വിവേകപൂർണമായ ചില പരിഗണനകളും മടുപ്പുകളും കരുതലുകളും ഒക്കെ ചില അവഗണിച്ചുകൊണ്ട് എന്ന പോലെ നീങ്ങണം എന്ന് മദ്രസ പറയുകയാണ്. വിവേകം വേണ്ട എന്നല്ല, ബുദ്ധിപൂർവ്വം ശ്രദ്ധിക്കേണ്ടത് ഒഴിവാക്കണമെന്നല്ല, വിവേകവും ബുദ്ധി എല്ലാം വേണം. അതേസമയം നമ്മുടെ 1ാമത്തെ പരിഗണന നമ്മുടെ ആരോഗ്യത്തിനും മറ്റുള്ളവർ നമ്മളെ പറ്റി എന്ത് വിചാരിക്കുന്ന കാര്യം അതിനൊന്നുമല്ല. അതിനപ്പുറത്ത് നമ്മൾ എന്തുമാത്രം ആത്മീയമായി വളരുന്നു എന്നതിനെ കുറിച്ച് തന്നെ ആയിരിക്കണം എന്ന് മദ്രസ പറയുകയാണ്. ആത്മീയ വളർച്ചയെ 2ാം സ്ഥാനത്തേക്ക് വച്ചിട്ട് മറ്റ് പരിഗണനകൾ, ആരോഗ്യവും സ്വസ്ഥതയും വിവേകവും ബുദ്ധിപൂർവകതയൊക്കെ അതിനൊക്കെ മുൻഗണന കൊടുത്തുകൊണ്ട് നീങ്ങിയാൽ നമ്മൾ ഒരിക്കലും മുന്നോട്ട് നീങ്ങില്ല എന്ന് മദ്രസ പറയുന്നു. അപ്പം നമുക്ക് മാത്രമേ നമ്മുടെ യാത്ര നടത്താൻ പറ്റുകയുള്ളൂ, വേറെ ആരും നമുക്ക് വേണ്ടി യാത്ര നടത്തി തരികയില്ല എന്ന് മദ്രസ പറയുകൊണ്ട് ദൈവസ്നേഹത്തെ മുൻനിർത്തി നമ്മുടെ ന്യായങ്ങളും ആശങ്കകളും എല്ലാം അവിടുത്തെ തൃക്കരങ്ങളിൽ സമർപ്പിച്ചിട്ട് മുന്നോട്ട് നീങ്ങുക എന്ന് മദ്രസ പറയുകയാണ്. നമ്മളവിടെയാണല്ലോ നിർത്തിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മെ വളരെ പരിഭ്രമിപ്പിക്കുന്ന സ്വാഭാവിക ദൗർബല്യങ്ങളെ നമുക്ക് വിസ്മരിക്കാം. നമുക്ക് സ്വാഭാവികമായി മനുഷ്യ സഹജമായ രീതിയിലുള്ള ചില ദൗർബല്യങ്ങള്, ബലഹീനതകള്, ബലക്കുറവുകള്, ഇല്ലായ്മകളൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് നമ്മളെ പരിഭ്രമിപ്പിക്കണ്ട, അതിനെ എളിമയോടെ അംഗീകരിക്കുക. പൗലോസപ്പോസ്തലൻ സാത്താന്റെ ഒരു ദൂതൻ തന്നെ പീഡിപ്പിക്കുന്ന ഒരു മുള്ള് അനുഭവപ്പെടുന്നു, അതിനെ മാറ്റിത്തരാൻ ആവശ്യപ്പെട്ടപ്പോൾ ഈശോ പറയുന്നത് നിനക്കെൻ്റെ കൃപ മതി, ആ മുള്ളു മാറ്റി കൊടുത്തില്ല ഈശോ എന്ന് അപ്പോസ്തലൻ 2 കൊരിന്തോസ് 12 പങ്കുവെക്കുന്നുണ്ടല്ലോ. ഗോതമ്പ് വയലില് നല്ല വിത്ത് ഇറക്കി കൃഷി നടത്തുന്ന കൃഷിക്കാരൻ, പക്ഷെ ജോലിക്കാർ ഉറക്കമായിരിക്കുമ്പോൾ ശത്രു വന്ന് കള വിതയ്ക്കുന്നു, 2 ഒരുമിച്ച് വളരുന്നു. അപ്പൊ കളയെല്ലാം പറിച്ച് കളയട്ടെ എന്ന് ജോലിക്കാരെ ചോദിക്കുമ്പോൾ കൃഷി ഉടമസ്ഥൻ പറയുന്നതായിട്ട് ഈശോ കാണിക്കുന്നുണ്ടല്ലോ. മത്തായി 13 തക്കാലം 2 അവിടെ ഒരുമിച്ച് നിൽക്കട്ടെ, കൊയ്ത്തുകാലം വരുമ്പോൾ കളകൾ ആദ്യമേ തന്നെ പറിച്ച് അഗ്നിക്കിരയാക്കാനായിട്ട് എന്നെ പറയും. ഇപ്പം നിങ്ങൾ കള പറിക്കാൻ പോയാൽ ഗോതമ്പിനും കൊണ്ട് ക്ഷീണം വന്നേക്കാം. അതുകൊണ്ട് ഗോതമ്പിനെ ശ്രദ്ധിക്കുക, കളയുള്ളത് അറിഞ്ഞിരിക്കുക, കളയുടെ പുറകെ ഒത്തിരി പരവേശപ്പെട്ട് പരിഭ്രമിച്ച് പോകണ്ട, ഇപ്പൊ ഗോതമ്പിനെ ശ്രദ്ധിച്ച് എന്ന് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് കളകളുടെ ഉപമയിൽ.
എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തിലെ സ്വാഭാവികമായ ചില ദൗർബല്യങ്ങൾ നമുക്ക് പല പല മേഖലകളിൽ ഓരോരുത്തർക്കും ഉണ്ടാവാം. അതിനെ എളിമയോടെ തിരിച്ചറിയുക, അംഗീകരിക്കുക, ജാഗ്രതയെടുക്കുക. അതിൻ്റെ ഫലമായിട്ടുള്ള കുറവും പോരായ്മയും ചോർച്ചയൊക്കെ വരുമ്പോൾ എളിമയോടെ അത് ഏറ്റുപറയുക, വീണ്ടും ആരംഭിക്കുക. അങ്ങനെ നീങ്ങാൻ നമുക്ക് സാധിക്കണം എന്ന് മദ്രസ പറയുകയാണ്. ഇപ്പോൾ സ്വാഭാവിക ദൗർബല്യങ്ങൾ നമുക്ക് വിസ്മരിക്കാം. നമ്മുടെ ശരീര സംരക്ഷണത്തിന്റെ കാര്യം അധികാരികൾ നോക്കട്ടെ. മഠത്തിലെ സഹോദരിമാർക്ക് അവരെ പിന്നെ കണ്ടുകൊണ്ട് മദ്രസ ഈ പുസ്തകം എഴുതുന്നത്. അപ്പോൾ അധികാരികളുടെ ഉത്തരവാദിത്വമാണ് ആ ഭവനത്തിലെ മഠത്തിലുള്ള സിസ്റ്റേഴ്സിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. അത് വെച്ചുകൊണ്ട് മദ്രസ പറയുകയാണ് നമ്മുടെ ശരീര സംരക്ഷണത്തിന്റെ കാര്യം അധികാരികൾ നോക്കട്ടെ, അത് അവരുടെ ചുമതലയാണ്. അപ്പം എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കാര്യം തന്നെ നോക്കണം, വേറെ നോക്കാനായിട്ടില്ല. എങ്കിൽ പോലും നമുക്ക് ചില സ്വാഭാവികമായ സാധാരണ രീതിയിലുള്ള ഭക്ഷണക്രമവും ജീവിതക്രമവും ഒക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്, കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും എല്ലാം. അതുകൊണ്ട് നമ്മുടെ ആരോഗ്യവും മറ്റു കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊള്ളൂ. അതിനപ്പുറമുള്ള ഒരു അസാധാരണമായ ജാഗ്രതയോ ശ്രദ്ധയോ കരുതലോ ഒരു ഉത്കണ്ഠ നിർഭരമായ രീതിയിലുള്ള ക്രമീകരണങ്ങളൊക്കെ അതിന് പുറകെ അങ്ങനെ പോയിട്ട് നമ്മുടെ ശ്രദ്ധ വ്യതിചലിച്ചു പോകരുത്. ബേഥനിയായിലെ മർത്ത പല പല കാര്യങ്ങളിൽ വ്യഗ്രചിത്തയായി ഉത്കണ്ഠാകുലയായിട്ട് നടക്കുമ്പോൾ ഈശോ പറഞ്ഞ ഒരു കാര്യം മാത്രമേ ആവശ്യമുള്ളൂ. മേരി അത് കണ്ടുപിടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നീയും കൂടെ കടന്നു വരണം. അടുക്കളയിലെ പണി വേണ്ടെന്നല്ല, ഭക്ഷണം ഉണ്ടാക്കണം, അല്ലാതെ ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. പക്ഷെ അത് ഭക്ഷണം ഉണ്ടാക്കണം, അതേസമയം അതൊരു വ്യഗ്രതയായിട്ട് കയറി പിടിക്കരുത് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിലും ശരീരത്തിന്റെ ആരോഗ്യവും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മൾ പരിഗണിക്കണം, ശ്രദ്ധിക്കണം, നമ്മൾ അത് മീറ്റ് ചെയ്യണം. പക്ഷെ അതൊരു വ്യഗ്രതയായിട്ട് ഉത്കണ്ഠയായിട്ട് വരാനായിട്ട് പാടില്ല എന്ന് മദ്രസ ഉദ്ദേശിക്കുകയാണ്. നമ്മുടെ കർത്തവ്യം നമ്മുടെ നാഥനെ ദർശിക്കത്തക്ക വണ്ണം ദ്രുതഗതിയിൽ മുന്നോട്ട് യാത്ര തുടരുക മാത്രമാണ്. മുന്നോട്ട് പോവുക. നമ്മൾ വയസ്സ് പറഞ്ഞാൽ ഫിലിപ്പിയ 3 പൗലോസ് പറയുന്ന പോലെ പിന്നിലുള്ളവയൊക്കെ വിസ്മരിച്ചിട്ട് ഞാൻ മുന്നേറുകയാണ്. ഒറ്റ ലക്ഷ്യം, ഈശോയെ സ്വന്തമാക്കണം. അതിനുവേണ്ടി ഞാൻ കഠിനാധ്വാനം ചെയ്യുകയാണ്. അങ്ങനത്തെ ഒരു മുന്നോട്ടുള്ള ഗമനം നമുക്കുണ്ടായിരിക്കണം. ഇതാണ് ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ. നല്ല ഭാഗം നമ്മൾ നേടിയെടുത്തേ പറ്റൂ. നമുക്ക് സുഖസൗകര്യങ്ങൾ തീരെ ലഭിക്കുന്നില്ലെങ്കിൽ തന്നെയും ആരോഗ്യത്തെ സംബന്ധിച്ച ഉത്കണ്ഠ ഒട്ടും നന്നല്ല. നമുക്ക് ഒത്തിരി സൗകര്യങ്ങളൊന്നും ഭക്ഷണകാര്യത്തിലോ ജീവിത ക്രമീകരണങ്ങളുടെ വീടിൻ്റെ ക്രമീകരണങ്ങളോ അങ്ങനെയുള്ള കാര്യത്തിൽ ഒത്തിരി ഒന്നും കിട്ടുന്നില്ലായിരിക്കാം. കാലാവസ്ഥ വളരെ മോശമായിരിക്കാം, അല്ലെങ്കിൽ ഭക്ഷണം വലിയ ഒന്നാന്തരം ഒന്നും ആയിരിക്കില്ല, ആരോഗ്യ സാഹചര്യങ്ങൾ ഇച്ചിരി മോശമായിരിക്കാം, രോഗങ്ങളൊക്കെ വരുന്നുണ്ടാവാം. അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ആരോഗ്യത്തെ സംബന്ധിച്ച് ഉത്കണ്ഠ വേണ്ട, അത് നന്നല്ല. മദ്രസ പറയാണ്, വിശേഷിച്ച് നമ്മുടെ ബദ്ധപ്പാട് കൊണ്ട് എക്കാര്യത്തിൽ ഒരു ഗുണവും സിദ്ധിക്കുകയില്ലെങ്കിൽ, നമ്മൾ ബന്ധപ്പെടുന്നത് കൊണ്ട് ഒരു കാര്യവും മെച്ചപ്പെടുന്നില്ല എന്നുള്ളത് അനുഭവമാണ്. മദ്രസ പറയണം, അതിൻ്റെ അനുഭവം എനിക്കുണ്ട്. മദ്രസ ഒരുപാട് രോഗത്തിൽ കൂടെ കടന്നുപോയ വ്യക്തിയാണ്. കൊച്ചുനാൾ മുതൽ നല്ല യുവത്വത്തിൻ്റെ നാൾ മുതലേ വല്ലാത്ത ഗൗരവമുള്ള രോഗ വിഷയങ്ങൾ വന്ന് കിടപ്പിലാവുകയും ശരി നടന്നു പോവുകയും അങ്ങനെ പിന്നെ ജീവിത അവസാനം വരെ രോഗങ്ങൾ നിരന്തരം അലട്ടിക്കൊണ്ടേയിരുന്നു. അങ്ങനെയുള്ള രോഗങ്ങൾ ദൈവം അത്ഭുതകരമായിട്ട് സൗഖ്യപ്പെടുത്തി മാറ്റി കൊടുത്തില്ല മദ്രസയ്ക്ക്. 65-67 വയസ്സുള്ള മദ്രസ ജീവിതം തീരുകയും ചെയ്തു. ഒരുപാട് രോഗങ്ങളും അസ്വസ്ഥകളും ക്ഷീണങ്ങളും അവശതകളും അവിടെ നടുവിലാണ് മദ്രസ ഓട്ടമെല്ലാം ഓടിയത്. അത് മദ്രസ പറഞ്ഞത് എനിക്ക് ഈ കാര്യത്തിൽ അനുഭവമുണ്ട്. അപ്പൊ ആരോഗ്യത്തിന് വേണ്ടി അങ്ങേയറ്റ സത്ത് മദ്രസ എടുക്കാൻ പോയിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള അലച്ചിലും യാത്രയും എല്ലാം ഒഴിവാക്കേണ്ടി വന്നേനെ. യാത്ര ചെയ്യാനുള്ള ആരോഗ്യമില്ല, അതുകൊണ്ട് ഭക്ഷണവും തെറ്റാതെ സമയമെല്ലാം നോക്കി അങ്ങനെ തൻ്റെ മടുത്ത് തന്നെ ജീവിച്ചാൽ മതി, പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ മതി എന്നൊരു ചിന്തയിലേക്ക് മദ്രസ ഒരുപക്ഷെ വിവേകവും ബുദ്ധിപൂർവമായ ഒരു വിവേകത്തോടെ ബുദ്ധിപൂർവമായിട്ട് കാര്യങ്ങളെ നിരീക്ഷിക്കുകയും ക്രമീകരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ അങ്ങനത്തെ തീരുമാനത്തിലേക്ക് മദ്രസ എത്തിയേനെ. പക്ഷെ അങ്ങനെയല്ല. മദ്രസ ഒരു തമ്പുരാന് വേണ്ടി അലഞ്ഞുള്ള ഒരു ജീവിതമാണ് നയിച്ചത്. ഈശോയെ സ്വന്തമാക്കാൻ നവീകരിക്കപ്പെട്ട ഒരു സമൂഹം, ദൈവത്തിന്റെ സ്നേഹത്താൽ ജ്വലിക്കുന്ന ഒരു സമൂഹം സന്യാസ യുദ്ധക്രമം ഉണ്ടാവണം എന്നുള്ള തീഷ്ണത വെച്ചുകൊണ്ട് ഇറങ്ങി അലയുക ചെയ്തു. അപ്പം അങ്ങനത്തെ ഒരു ഇറക്കം നമുക്ക് വേണം. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ആരോഗ്യത്തിന്റെ കാര്യവും എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ആത്മാവിന്റെ കാര്യം ശ്രദ്ധിക്കണം. ലോകം മുഴുവൻ നേടിയാൽ ആത്മാവ് നഷ്ടമായാൽ എന്ത് പ്രയോജനം? അതുകൊണ്ട് നമ്മൾ ദീർഘകാലം ശരീരത്തിന്റെ ആരോഗ്യം എല്ലാം ശ്രദ്ധിച്ച് നല്ല മിടുക്കരായിട്ട് ജീവിച്ചിരുന്നിട്ട് ആത്മീയമായ കാര്യത്തിൽ 3-ാം സദനം കൊണ്ട് അവസാനിച്ചു പോയാൽ അത് വലിയ നഷ്ടം തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് 3-ാം സദനത്തിൽ എത്തി അതിന് അപ്പുറത്തേക്ക് കയറണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുവേണ്ടി അല്പം ആരോഗ്യത്തെ അവഗണിച്ചാലും ഭക്ഷണക്രമത്തെ അവഗണിച്ചാലും ഉറക്കവെളുപ്പ് ഇച്ചിരി പരിഗണിക്കാതെയൊക്കെ നീങ്ങിയാലും കുഴപ്പമില്ല. 1-ാം സ്ഥാനത്ത് എടുക്കേണ്ട 1-ാം സ്ഥാനത്ത് തന്നെ വെക്കണം എന്ന കാര്യമാണ് മദ്രസ പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
വിശേഷിച്ച് നമ്മുടെ ബന്ധപ്പാട് കൊണ്ട് അക്കാര്യത്തിൽ ഒരു ഗുണവും സിദ്ധിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ അനുഭവം എനിക്കുണ്ട്. നമ്മുടെ അഭിവൃദ്ധി ശരീരത്തെ സംബന്ധിക്കുന്ന കാര്യമല്ലല്ലോ, ആത്മാവിനെ സംബന്ധിക്കുന്ന കാര്യമാണ്. ശരീരം ആത്മാവ് ഒരുമിച്ച് തന്നെ ഉള്ളതാണ്, വേർതിരിച്ച് കാണാൻ പറ്റത്തില്ല. വേർതിരിച്ച് കാണാനും സാധിക്കുകയും ചെയ്യണം, പക്ഷേ രണ്ടും കൂടെ ഒരുമിച്ചാണ്. ശരീരം ഇല്ലെങ്കിൽ നമുക്ക് ആത്മാവിന്റെ കാര്യം ശ്രദ്ധിക്കാൻ പറ്റുകയില്ല. പക്ഷെ ശരീരത്തിന്റെ കാര്യം ശ്രദ്ധിക്കാൻ തന്നെ വേണം. പക്ഷെ ആത്മാവിന്റെ കാര്യം അവഗണിച്ചുകൊണ്ട് ശരീരത്തിന്റെ കാര്യം ശ്രദ്ധിച്ചുകൊണ്ട് പോകുന്ന കാര്യമില്ല. അതാണ് മദ്രസ പറയുന്നത്. അപ്പൊ നമ്മുടെ അഭിവൃദ്ധി എന്ന് പറയുന്നത് പ്രഥമത ആത്മീയ അഭിവൃദ്ധിയാണ്. ഒപ്പം ശാരീരിക സ്വസ്ഥത നോക്കുകയും ചെയ്യണം. രണ്ടും കൂടെ നടക്കുകയാണെങ്കിൽ ശരീരത്തിന്റെ കാര്യം വിട്ടിട്ട് ആത്മാവിന്റെ അഭിവൃദ്ധി തന്നെ ശ്രദ്ധിക്കണമെന്ന് സൂചന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരീരം ഇവിടെ വളരെ അപ്രധാനമാണ്, അതും എനിക്ക് നല്ലവണ്ണം അറിയാം. ശരീരം അപ്രധാനമാണ് ആത്മാവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ. യോഹന്നാൻ സുവിശേഷം 6-ാമത്തെ അധ്യായത്തില് 63-ാമത്തെ വാക്യത്തിൽ ജഡം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് ജീവൻ നൽകുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്ന വചനം ആത്മാവും ജീവനുമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്ന വചനം അനുസരിച്ച് ആത്മാവും ജീവനും പ്രാപിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധ കൊടുക്കുക. അതിന് സഹായമായി ഭവിക്കുന്നിടത്തോളം ശരീരം കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ആത്മീയ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന, പ്രഥമത പരിഗണന കൊടുക്കുന്ന ഒരു മനോഭാവം നമ്മൾ അവലംബിക്കണം എന്ന് മദ്രസ സൂചിപ്പിക്കുന്നു. ഞാൻ വിവരിക്കുന്ന യാത്രയ്ക്ക് അത്യന്താപേക്ഷിതം അപാരമായ ശാലീനതയാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ശാലീനത എന്ന് പറയുന്നത് എന്താണ്? മാന്യത, ഡീസൻസി, സ്വച്ഛന്തത, അങ്ങനെയൊക്കെ ആയിരിക്കും ഒരു പക്ഷേ ആ വാക്കിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുക. ശാലീനത, ശാലീനതയിൽ പെരുമാറുക, ഉള്ളത്തെ സൂക്ഷിക്കുക, പ്രവർത്തിക്കുക. ഇവിടെ മദ്രസ പറയുമ്പോൾ അതിന്റെ മറുവശം എന്താണ്? തൊട്ട് മുകളിൽ പറഞ്ഞ ഉത്കണ്ഠ ഒട്ടും നന്നല്ല, നമ്മുടെ ബന്ധപ്പാട് കൊണ്ട് കാര്യമായ പ്രയോജനം ഒന്നും ഉണ്ടാകുന്നില്ല. അപ്പൊ ഉത്കണ്ഠയും ബന്ധപ്പാടുകളും ഒക്കെ ആയിട്ട് ആദ്യ പിടിച്ച് ആരോഗ്യവും ശരീരവും ഒക്കെ ശ്രദ്ധിച്ച് സാമ്പത്തിക സ്വസ്ഥതയ്ക്ക് ഉറപ്പുവരുത്തി അങ്ങനെ വ്യഗ്രതപ്പെട്ട് നീങ്ങുന്ന ഒരവസ്ഥ, അതിന്റെ മറുവശം ആയിട്ടാണ് ശാലീനതയെ മദ്രസ അവതരിപ്പിക്കുന്നത്. ഒരു പക്ഷേ മത്തായി 6:25 മുതലുള്ള വാക്യങ്ങളിൽ ഉത്കണ്ഠാകുലരാകരുത്, ശരീരത്തെക്കുറിച്ച്, ഭക്ഷണത്തെക്കുറിച്ച്, വസ്ത്രത്തെക്കുറിച്ച്, എന്ത് കുടിക്കും, അങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച്, ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിച്ചേ, ദൈവം അതെല്ലാം നിങ്ങൾക്ക് തരും, നിങ്ങൾക്ക് അതിന്റെ ആവശ്യമാണ് സ്വർഗസ്നായ പിതാവിന് അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ പഠിപ്പിക്കുന്നിടത്ത് ഉത്കണ്ഠ വേണ്ട, ആകുലപ്പെടേണ്ട, അസ്വസ്ഥപ്പെടരുത്, ദൈവത്തിനെ ആശ്രയിച്ച് ദൈവത്തിന്റെ രാജ്യം നീതി അന്വേഷിച്ച് നീങ്ങാൻ ഈശോ ആവശ്യപ്പെടുകയാണ്. ഓരോ ദിവസവും അതിന്റെ കഷ്ടപ്പാട് മതി, ആകുലപ്പെടാതെ. അപ്പം അങ്ങനെ മത്തായി 6:25 മുതൽ വാക്യം നമ്മൾ കാണുമ്പോൾ വചനത്തിൽ ഈശോ നൽകുന്നതായ ആ ഒരു ജീവിതക്രമത്തിന്റെ ഒരു സവിശേഷതയാണ് ശാലീനത എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയാണ്. ഈ ഒരു ശാലീനത ഇല്ലാതെ വരുമ്പം ആകുലത, ഉത്കണ്ഠ, അസ്വസ്ഥത അതുവരെയായിട്ട് നമ്മൾ സകല കാര്യങ്ങളും അവതാളത്തിലാക്കുകയും ചെയ്യും. ഇവിടെ മദ്രസ പറയുകയാണ്, ഞാൻ വിവരിക്കുന്ന യാത്രയ്ക്ക് അത്യന്താപേക്ഷിത അപാരമായ ശാലീനതയാണ്. പുരോഗതിയിൽ നമ്മെ തടയുന്നത് അതിൻ്റെ അഭാവം അത്രയെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഈശോ പറയുന്നത് ഉത്കണ്ഠപ്പെടുന്നതുകൊണ്ട് ഒന്നും നമുക്ക് മെച്ചപ്പെടുത്താനായിട്ട് പറ്റുകയില്ല. ആയുസ്സിൻ്റെ ദൈർഘ്യം കൂട്ടാനോ ഒരു മുടിയുടെ പോലും വെളുപ്പിക്കാനോ കറുപ്പിക്കാനോ ഒന്നും നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഈ ഉത്കണ്ഠ ആകൃതി എല്ലാ ബന്ധപ്പാടും എല്ലാം നമ്മൾ മാറ്റി വെച്ചിട്ട് ശൈലീനതയിലെ സ്വച്ഛന്തതയിൽ ദൈവത്തിന്റെ പരിപാലനം ആശ്രയിച്ച് അവിടുത്തെ ഹിതം പൂർത്തീകരിക്കാനുള്ള ആഗ്രഹവും പരിശ്രമമായിട്ട് നമ്മൾ നീങ്ങണമെന്ന മദ്രസ ഇവിടെ ഓർപ്പിക്കുകയാണ്. എൻ്റെ ആശയം നിങ്ങൾക്ക് വിശദമായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന മദ്രസ പറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോമിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.